അല്ല തുടങ്ങിയോ? അപ്പൊ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളെ ഇന്നത്തെ പരിപാടി 2018 വ്ളോഗാണ് ഇതൊക്കെ. ഇപ്പൊ ഇൻട്രോ അല്ല, ഇൻട്രോ അല്ല, ഡയറക്റ്റ് വ്ളോഗ്. അപ്പോ ഇൻട്രോ ഇല്ലാത്ത വ്ളോഗ് നാളെ നമ്മളവിടെ അതിന് നമ്മള് സാധനം സെറ്റ് ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പൈനാപ്പിൾ എത്തി കഴിഞ്ഞു. ലാസ്റ്റ് രണ്ടെണ്ണം ചെത്തിയപ്പോ വീഡിയോ എടുക്കുക. എന്താ നിനക്ക് പറയാം? ഇവിടെ എല്ലാരും നബിയത്തിന് പൈനാപ്പിൾ അറിയാണ്. ഒരുത്തന് ഒരുത്തന് അവിടെ ഒരുത്തനെ ഉണ്ടല്ലേ, ഒരുത്തണ്ടല്ലോ അവിടെ കുത്തിർന്ന് കണ്ട് കുട്ടി പോയി മറ്റേ ഇതാക്കിയാലോ ഒരു തേപ്പ് സോങ്ങും അത് മറ്റേ കോപ്പി റൈറ്റ് അടിക്കും. അത് സംഭവം വീഡിയോ ബ്ലർ ആക്കൂല കേട്ടോ. ബ്ലർ ആക്കിയില്ലെങ്കിൽ മാനം പോവും, എന്തായാലും മാനം പോവും. പുതിയ കമ്മിറ്റിക്ക് എന്താ സ്നേഹത്തോടെ കുറച്ച് നീട്ടി നിന്നാ ഞാൻ കഴിക്കും. പുതിയ കമ്മിറ്റിക്ക് എന്താ പഴയ കമ്മിറ്റിയോട് പറയാളെ? കമ്മിറ്റി സ്ട്രോങ് ആണ്. പുതിയ കമ്മിറ്റി അതെ, പുതിയ കമ്മിറ്റി സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. ഇവിടെ 1200 പഴയ കമ്മിറ്റി എന്ന് പറയുന്ന വ്യക്തി എനിക്കൊരു കാര്യം പറയാൻ, കഴിഞ്ഞ കമ്മിറ്റീന്റെ അടുത്ത സിൽക്ക് ഉപ്പായാണത് ഫണ്ടിന്റെ അതിന് പിരിച്ചെടുത്താണ് പൊറാട്ടയും ഇതൊന്നും. അത് ഞങ്ങൾ കഴിക്കും. കാരണം 6 മണി ബൈക്ക് പോകുമ്പോ പൊറാട്ട ബീഫ് കഴിക്കേണ്ടി വരും. നമ്മള് പണ്ട് നേരെ കാണുന്നില്ല. തെളിവുണ്ട്. അല്ലാതെ ഒരു പരിപാടിക്ക് പോകുമ്പോ വണ്ടിയിൽ എണ്ണ ഒരു ബൈക്ക് പോകുമ്പോ എണ്ണ മേലെ കോട്ടയാണ്. ആ ചരിത്രം ഒന്ന് മാറ്റിയാണ്. ഓട്ട കവറച്ചു. അല്ല, കോഴിക്കോട് 50 അടിച്ചു, പിന്നെ അടുത്ത 50 അടിച്ചു. കണ്ടായിപ്പോ നേരെ സ്ഥലമുണ്ട്, ശമ്പളം കൊടുക്കാൻ നോട്ടാടാ. ഇതൊന്നും പീടാൻ പറ്റൂല. ഇനി വിഷയിക്കാൻ ഇനി പിടിച്ചാണ്ട് പെണ്ണെട്ടിയിലൊക്കെ ചോദിച്ചാ ഇതിപ്പോ ആരൊക്കെ പുതിയ കമ്മിറ്റിക്കാര്? ഒരു സാധനം ഞാൻ ആക്കി തരാം ഇപ്പൊ കൊണ്ട. ഷിബിന്റെ വെറൈറ്റി പരിപാടി വഴച്ചിയാണോ? വഴച്ച് ആർക്കെന്താ ആവശ്യത്തെ കമ്പനിക്കാർ പറയാം തോന്നിയ മാതിരി വേവിക്കണേ. കമ്പിനെ പറ്റൂല
അയ്യ അങ്ങനെ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അത് മറ്റേതുണ്ടല്ലോ ചക്കോട്ട ഉണ്ടാക്കൂലേ ഇത് ഇതൊക്കെ നാളെ പുളിച്ചാണല്ലോ അന്റെ ഉറപ്പാ. എന്ത് വന്നാലും കമ്മിറ്റി സ്ട്രോങ് ആണ്. കമ്മിറ്റി സ്ട്രോങ് ആണ്. കാരണം സെബിയിലാണ് പ്രസിഡന്റ്. ഇതാണ് നമ്മുടെ എഞ്ചിനീയർ. എന്ത് ആവശ്യത്തിനും ടാപ്പ് എടുക്കണം. ടാപ്പില്ലാത്തൊരു പരിപാടിയില്ല ഞങ്ങൾക്ക്. ഓ കിട്ടില്ല സാധനം പോലുണ്ട്. ഒരു അടിപൊളി ഐറ്റം. ഓ മാസ്. നാളെ ഇത് കൊടുത്താൽ മതി. ഇത് കൊടുത്താൽ മതി നാളെ. വെറൈറ്റി ഈ സ്റ്റൂള് മറ്റേ ഇവിടുന്ന് അശു ഉറുമ്പിനെ വന്നാല് കാഴ്ച കൊടുക്കും. ഉറുമ്പ് അത് പണ്ടത്തെ ആൾക്കാർ കണ്ടാണ്. അങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കല്ലേ? നോക്കാം, നാളെ കുട്ടികളെ കാഴ്ച കൊണ്ടുനോക്കാം. കാഴ്ച കൂടുണ്ടോ നോക്കാം. നമ്മള് കാര്യം ചെയ്യാം. നാളത്തെ പറയാം, രാത്രിക്കത്തെ പറയാം ലൈറ്റ് ഓഫ് ആക്കാം. എന്നിട്ട് കണ്ണാണ്ടോ ഫ്രഷ്. നാളെ അമ്മയങ്കോട് പരിപാടി ശിവ. അപ്പൊ നാളെ അമ്മയങ്കോട് മടക്കാങ്കിലും പരിപാടിണ്ടോ? വെള്ളം മാറിയോ? നാളെ ആൾക്കാരല്ല, അടുത്ത ആഴ്ച ആൾക്കാരാ. ആണോ? ഇന്ന് മടക്കാങ്കര എന്നിട്ട് അടുത്ത ആഴ്ച അടുത്തതോ? നമ്മളിതാ പഞ്ചസാര ഉരുക്കിക്കൊണ്ട് ഫ്ലാഷ് ഓൺ ആക്കണോ? കുറച്ച് നേരത്തെ എന്നോട് തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു പിടിച്ചു. ഫ്ലാഷ് ഓൺ ആക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഓൺ ആക്കി നോക്കിയാ. ദയവ് ചെയ്ത് തുമ്മാനോ ഒന്നും നിൽക്കല്ലേ. ദയവ് ചെയ്ത് അധികം സംസാരിക്കും വേണ്ട. കാരണം വെള്ളം കൂടും. വെള്ളമുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മള് അലക്കണ വെള്ളത്തിൽ മാത്രം എല്ലാ പ്രാവശ്യം ഒരു 2 ചെമ്പ് വെള്ളം ഏറുണ്ടാവും. ഇത് ഈ കമ്മിറ്റി സ്ട്രോങ് ആണെന്നില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരും. ഒന്നും വിചാരിക്കണം. സത്യമാണ്. ഇന്നൊന്നും സത്യമാണ്. വെള്ളം ബാക്കിയായിട്ടില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് കമ്മിറ്റിക്കാർക്ക് കിട്ടിയില്ല. തികഞ്ഞിട്ടില്ല. കമ്മിറ്റിക്കാർക്ക് വെള്ളം കിട്ടിയില്ല. ഒച്ച ഉണ്ടാക്കിയല്ലേ പേരക്കാരുറങ്ങി. പേരക്കാരുറങ്ങി. ഇന്റെ പപ്പു വെള്ളം കിട്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് വെള്ളം കിട്ടിയില്ല. നേരം കാലത്ത് വരണേ. അല്ലേലും വെള്ളം കൊടുക്കാൻ നേരത്തെ തലേന്ന് നേരത്തെ കാലത്ത് വരണം. നേരത്തെ കാലത്ത് വരണം ഒരു വ്യക്തിയാണ് ആഷിഖ്. ഇന്നലെ എപ്പോഴത്തെ കാര്യം പറഞ്ഞതാ. ഇന്നലെ പോയി 3 മണിക്ക് കടന്നു തുടങ്ങി. അതെ, കടന്നു 3 മണിക്ക് ഉറങ്ങിയിട്ട് 6 മണിക്ക് അലാറം വെച്ചു. പക്ഷെ ഫോൺ സൈലന്റാക്കി വീണ്ടും കടന്നു തുടങ്ങി. പിന്നെ നീച്ചു 8:30 അപ്പൊ ഒരു 1000 എത്തി. അതെനിക്ക് പറയാനുള്ളത്. അത് പറയല്ലേ. നാരങ്ങ പിയാനോ ഞാൻ എത്തിയില്ല. അതുകൊണ്ട് വീഡിയോയിലല്ല സാധാരണ എല്ലാ കൊല്ലം മമ്മണി വളവ് എന്നൊരു സാധാരണ എല്ലാ പ്രാവശ്യവും എയറില് ആശിക്കാണ്. ഇന്ന് നേരം വൈകിയോണ്ട് എയറില് എല്ലാ കൊല്ലത്തെ വീഡിയോസ് അതുകൊണ്ട് കമ്മിറ്റി മാറിയപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കിട്ടും. അല്ല ഇപ്രാവശ്യം വീട്ടിൽ ഇത് എന്താ എയറിൽ കയറാത്തതിന് കാരണം എന്താ? കമ്മിറ്റി സ്ട്രോങ് ആയി. കമ്മിറ്റി സ്ട്രോങ് ആണ്. പെണ്ണെട്ടോലൊക്കെ കമ്മിറ്റി കയറ്റാൻ തുടങ്ങിയോ? അതൊക്കെയാണ്. ബാച്ചിലേഴ്സിനെ നമ്മള് കമ്മിറ്റി പരിഗണിക്കണം. കാരണം രാത്രി നേരത്തെ ഉറക്കാൻ പോകും. പെണ്ണിട്ടോല് മുട്ട എടുത്തോലും പെണ്ണിട്ടോലും രാത്രി നേരത്തെ പോയാൽ അവരെ എല്ലാവരും നേരത്തെ എത്തൂലേ. നാളെ കാട്ടിത്തരാം. മാനേജർ ഇവിടെ എടുക്കണേ. പരിപാടിക്ക് നോക്കാതെ പോവാനാ മാനേജർ എന്താപ്പത് ഇങ്ങനെ? മാനേജറൊക്കെ ഒരു പെണ്ണിട്ടിയാലേ
ഞങ്ങളുടെ കൂട്ടത്തില് ഫസ്റ്റ് ഇതാ എൻഗേജ്മെന്റ് ഫസ്റ്റ് അല്ല രണ്ടാമത് മാത്യു ഫസ്റ്റ് ഇടില്ലേ സോറി മേച്ചേരി മൂന്നാമത് ഞാനാണ് മൂന്നാമതെയാണ് ഇൻഷാല്ലാ ഇൻഷാല്ലാ ഒരു 3 മാസത്തിനുള്ളിൽ യെസ് 24 വയസ്സ് 24 വയസ്സ് ബികോം ഗ്രാജുവേറ്റ് അല്ലല്ല ഗ്രാജുവേഷനെ തോന്നെ പറയണ്ട മാനേജർ ഒരു നാണുണ്ട് കുറച്ച് നാണെന്ന് കൂടുതലാണ് മാനേജർ നമ്മളെ മെയിൻ മാനേജറാണ് ഇവിടെ അപ്പൊ എന്റെ കടക്കപ്പീടിന്റെ പേരെന്താണ് മിഡിൽ ഈസ്റ്റ് ആണ് കടക്കപ്പീടിന്റെ മെയിൻ മാനേജറാണ് ഈ മാനേജർ അസിസ്റ്റന്റ് മാനേജർ അല്ല മെയിൻ മാനേജർ അൻസിലൊരു പ്രത്യേകതയാണ് ഞാൻ ഇതുവരെ ബ്രോസ്റ്റിൽ ചെമ്പൾക്കാണ് ഇപ്പൊ ബാറ്ററി ഷോപ്പിൽ അക്കൗണ്ടിനെ കയറി ഇപ്പൊ ബാറ്ററി ഇളക്കണായി ഞാൻ റെക്കോർഡ് ചെയ്ത ഞാൻ ഇന്റർവ്യൂക്ക് പോവാ ഇന്റർവ്യൂ എന്ത് ചോദിച്ചാലും കമ്മിറ്റിനോട് എന്ത് ചോദിച്ചാലും കമ്മിറ്റി സ്ട്രോങ് ആണ്. ആ മോഡ് 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് കാണാമല്ലോ കമ്മിറ്റി സ്ട്രോങ്. ഹലോ പുതിയ കമ്മിറ്റിയാണ് ചൂടെ നമ്മൾ അസ്ലമാണ് എല്ലാ പരിപാടിക്കും സജീവമായിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ പൊറാട്ട ഇവിടെ പെരേ എല്ലാരും ഉണ്ടേ മാനേജറിന് മരക്ക് കാണട്ടെ നമ്മളൊരു ഡോറടച്ച പെരക്കാരൊക്കെ ഉറങ്ങി. വ്ളോഗിലേ അത് കറക്റ്റ് ഉണ്ടല്ലോ അത് മനസ്സിലാണെങ്കിൽ ആ സ്കൗട്ടിന്റെ വീഡിയോ കൂടി ഇടണം. അതിന്റെ ഇടപെടി അബ്ബാസും നല്ല പാളിയൊക്കെ പോകണേ കൂടെ അങ്ങനെ അങ്ങനെ പോയിക്കണ്ടേ ഷെബീൽ വിളിച്ചാ വരൂ പോസ്റ്റ് ബന്ധുണ്ട് ഇവര് ഭയങ്കര ഷെബീലും ചങ്ക പ്രത്യേക ചങ്ക വീട്ടിക്ക് എന്തോ പറയണ്ട. ഇത് കൂടുതൽ ഏറ്റവും സുന്ദരനും സുമുഖനും 23 years ഓൾഡ് ഉണ്ടല്ലേ വടകര പോളിയിൽ നിന്നും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ചെയ്ത അതെ ഓക്കെ ഞാൻ ഉറങ്ങിയേനി കാരണം ഇവിടെ റോളില്ല ആകെ ഒരു കത്തി 2 പൈനാപ്പിൾ മുണ്ടല്ലേ പൊന്നാറ് തൊഫാന പെണ്ണിട്ടിന് അതിന്റെ പക്കത് കാണിക്ക് 10 വയസ്സല്ലേ ആ പക്കത് കാണിക്ക് അപ്പളേ ഞാൻ പറയാനുള്ളത് തരത്തിയ വടകര കൊറേ സുന്ദരിമാരെ ഓനെ കണ്ടു പറ്റിയില്ല മങ്കട കൊറേ കണ്ടു അതും പറ്റിയില്ല ലാസ്റ്റ് പയ്യനാട് വില്ലേജിൽ കൊറേ കണ്ടു അതും പറ്റില്ല അല്ല ഇത് ആർക്ക് ആരെ പറ്റാത്ത അങ്ങനല്ല ടെൻസി എല്ലാരും വൺസർ ലവ് ആണ് വൺസർ ലവ് ആണ് ലാസ്റ്റ് ഇപ്പൊ ഒരു കുട്ടി സെറ്റ് ആയിരുന്നു പക്ഷെ സീരിയസ് ലവ് ആയിരുന്നു ഇതുവരെ പറഞ്ഞാല് ഫേക്ക് ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നേരത്തെ ആരെ സൂം ചെയ്ത് നോക്കിന് ഷെബീലെ
ഇവനാരോ zoom ചെയ്ത് നോക്കിയേ. പ്രൊഫൈൽ പേരെന്താണ്? പേരെനിക്കറിയില്ല. ആ പ്രൊഫൈൽ വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? ഇല്ല. സുഫാനൊന്ന് ഗിനാവാണ്, ഒന്ന് ശ്രദ്ധിക്കണം. അയാൾ ഗിനാവാണ്, അത് പെണ്ണിന്റെ മനസ്സിലാണ്. ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഓൻ അതിന്റെ ഇതുണ്ട്. ഇടയ്ക്ക് ഇവര് പോണ്ടോ? ഒരു അല്പം നേരം ബ്രേക്ക് എടുക്കാന്ന് വീട്ടിൽ. കമ്മിറ്റി സ്ട്രോങ് ആണ്. അപ്പൊ 15 പോയി, 15 ആയിട്ടുള്ളൂ. 15. അപ്പൊ 5 വേണ്ട. ടോട്ടൽ എത്ര പഞ്ചാര നമ്മള് ഇത് കിട്ടും? പരിപാടിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത മനസ്സിലാണ് ക്യാമറ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലൊന്നിലും ഇടപെടാം. ഇതെന്താ പരിപാടി? ഒരിക്കലാണ് ആ പറഞ്ഞ ഷിബിലി എങ്ങനെയാക്കി? ഷിബിലി പഴയ കമ്മിറ്റിയാണ്, നിങ്ങൾ പുതിയ കമ്മിറ്റി മതി. ഇത് പഴയ കമ്മിറ്റിക്കാരൻ. കോഴിക്കോട് പോയപ്പം ഇതായി ഔട്ടായി. വേറെ പ്രശ്നം കിട്ടോ, ഈ വ്ലോഗ് ഇടാൻ പാടില്ല. ഏതെങ്കിലും ഡ്രസ് കോഡ് അടിച്ചിട്ട് ബാക്കി കിടക്കട്ടെ. അതിനെ കുറിച്ച് പറയാണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് കോഡ് അടിക്കുന്നതാണ്. നമ്മൾ ഡ്രസ് കോഡ് അടിക്കുന്നത് ബാലൻസിൽ ആൾക്കാരുടെ കമ്പനിയെ വെളിപ്പെടുത്തൂല. എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടല്ല. ഒരു കാര്യം കൂടി, പിന്നെ മമ്മണി കുന്നിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കണ നമ്മളെ കാരണമല്ലേ? എവിടെ എന്ത് പരിപാടി അപ്പൊ സജീവായി. പഴയ കമ്മിറ്റി ഞങ്ങൾ പുറത്താക്കിനെ ആളെ, പുതിയ കമ്മിറ്റിന്ന് ഒഴിവാക്കിനെ. പക്ഷെ എന്നാലും പൈനാപ്പിൾ എത്താന്, മുന്തിരി ജ്യൂസ് അടിച്ചാന്, രാവിലെ 6 സൈസ് കൊണ്ടുവരാന്, എല്ലാത്തിനും എന്റെ വീട്ടില്, സ്വന്തം വീട്ടില് മണ്ണ് വരാണ്. ഞാൻ ഉറങ്ങാണിലും മണ്ണ് വാരുണ്ടാവും. അതാണ് അതല്ല ഇവ സ്വന്തം വീട്ടില് മണ്ണാരാണ്ട് ഇപ്പൊ ഉറങ്ങും. അത് വേറെ വിഷയം. അവിടെ സജീവമായിട്ട് വന്ന് എന്നെ എണീപ്പിച്ച് അതെ, അത് സ്വകലില്ലാത്ത പപ്പടം. കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതെ, അത് ഷിബിലി പറഞ്ഞാൽ റെഡിട്ടോ. കമ്മിറ്റി പറിച്ചിട്ടുള്ളൂ ഉള്ള പറയാലോ. കമ്മിറ്റി ഒരു സൈഡ് കമ്മിറ്റി അന്ന മെയിൻ ആക്കുള്ളത്. അല്ല, ജിൻഫർ കമ്മിറ്റി ഒഴിവാക്കി നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളൂ. വേറെ ആരും ഒരു സിൻസിയറായിട്ട് കാര്യം പറയണ്ട. ഇനി ഒരു കാര്യം പറയാണ്ട്, ഇനി ജിൻഫോനെ ആളെ കമ്മിറ്റി എടുത്താലും ഈ പന്നിനെ കമ്മിറ്റി എടുക്കും. അല്ല ഞാൻ പറയാം, ആ വോയിസ് നമുക്ക് കിട്ടോ. ഏത് ആവശ്യമില്ലല്ലോ. ഓൻ കോഴിക്കോട് ജോലിട്ട് പോയപ്പോ ഓൻ പറഞ്ഞ വെച്ചാല് ഓൻ ഉണ്ടാണ്ട് കഴിഞ്ഞൊരു പരിപാടി സാറേ നടന്നു, ഇപ്രാവശ്യം നടക്കൂല എന്നാണ്. അതിലും ഗംഭീരായിട്ട് 2 ദിവസവും ലൈമും കൊടുത്തു, സമൂസയും കൊടുത്തു. അത് അതിന്റെ 2 ദിവസത്തെ വോയിസ് ആയിട്ടില്ല. നാളെ 10 മെസ്സേജ് ഉണ്ട് ആ ഗ്രൂപ്പില്. പുതിയ കമ്മിറ്റിന്ന് ആകെ പരിഗണിക്കാൻ പറ്റുന്ന ഒരാളാണ്. കമ്മിറ്റി സ്ട്രോങ് ആണ്. പിന്നെ അവിടെ ഇരിക്കണില്ലേ തൊള്ളക്ക് മാത്രം പരിഗണിക്കാം. ഇത് തൊള്ള കമ്മിറ്റി, വെറും തൊള്ള കമ്മിറ്റി. ഞാൻ പറഞ്ഞേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടിയില്ലാണ്. ഒച്ചണ്ടാക്കല്ലടാ. ഒന്നും കുടിച്ചില്ലേ? എല്ലാവർക്കും ഓരോ ക്ലാസ് ഉള്ളേ. കിട്ടിയില്ല. 15 ക്ലാസ് ആക്കിയിട്ടുള്ളൂ. ചെമ്പ് അടിച്ചാണ്ട് ഇതാക്കി ഒരു ക്ലാസ് വരെ കിട്ടിയില്ല. ഒരു ക്ലാസ്സല്ല, ഒരു കൂട്ടിയ ഒരു കാര്യം. സത്യം പറയുന്ന വായടക്കുന്ന കമ്മിറ്റി. അതെ, കമ്മിറ്റി സ്ട്രോങ് ആണ്. മതിയല്ലോ. ഓഫായ പണി പരിപാടി വെപ്പാണ്. പുതിയ കമ്മിറ്റിയാണ്. അപ്പൊ ഏകദേശം നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. എല്ലാവരും വൈൻഡപ്പ് ചെയ്യാണ്. അല്ല ഞങ്ങൾ വർത്തമാനം എന്ത് രാവിലെ അടിക്കാം. മറ്റേ പൈനാപ്പിളിൽ ഒരു പൊതട്ടാണ്ടോലോ. ഈ രാവിലെ ആരൊക്കെ നേരത്തെ വരുന്നില്ലൊരു ചർച്ചയാണ്. രാവിലെ ആരൊക്കെ എത്തും, നേരത്തെ കാലത്ത് അപ്പൊ അന്നെ ഒഴിവാക്കി. ഞാൻ ആർക്കെത്തും. അന്നെ പണ്ട് ഒഴിവാക്കി. ജിൻഫർ നേരത്തെ എത്തും. ജിൻഫർ എത്തും, കാരണം
ഓന്റെ പിന്നെ നമ്മളെ മാനേജർ നടത്താൻ ആ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും വലിയൊരു അതെ അതെ നൂറുലുദ മദ്രസയുടെ സെക്രട്ടറിയും ഞങ്ങളുടെ പൊന്നാമനയുമായ പൊറാട്ട ട്രാവൽ ബോയ് CCTV പന്തല് പണി ഇനി വേറെ എന്തെങ്കിലും പണി ഉണ്ടാവും അത് എടുക്കും പക്ഷെ ഡെയിലി പണി ഉണ്ടാവില്ല രാവിലെ തുണി എടുത്തിങ്ങനെ ഇവിടെ വെക്കും ഷെഡില് വ്ളോഗാണ് വ്ലോഗ് ഓടിക്കുന്നത് അസ്ലംക എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഇരിക്കി കൊയങ്ങിയോ മറ്റേ തുണി മറ്റേ ഡയലോഗ് കുടിക്കാനെന്താ ചായയോ അതോ കാപ്പിയോ ഇവിടെ ഒച്ചയും വിളിയും വെറുതെ പേരക്കാര് പിരാണ്ടാവും പെരക്കാർ ഒരു ദിവസം ഉറങ്ങാത്തുള്ളൂ നമ്മളെന്നും ഉറങ്ങുള്ളൂ പൊറാട്ട വ്യക്തി ഇവിടെ ചിലപ്പോ ഉണ്ടാവും പിന്നെ മാനേജറായി നമ്മളെ അനു ഉണ്ടാവും ഇവിടെ. അതുപോലെ നാളെ ഞങ്ങൾ ഫ്രീ ആണ് ഞാൻ ഓനെ എയർല നേരത്തെ കയറ്റി നിർത്തി അതുവരെ ഇറങ്ങിയില്ല പിന്നെ അവിടെയാണ് ആ ക്യൂ ഒന്നും ആക്കൂല ആ കള്ളന്മാര് അതൊക്കെ സ്റ്റാൻഡേർഡ് ഇടയ്ക്ക് ഷെഡ് കുടിക്കാൻ ഇങ്ങനെ കാട്ടും അത് സ്വാഭാവികമാണ് വിരാട് കോഹ്ലി ഉണ്ട് സച്ചിന്റെ ഒരാളാണ് കുട്ടിക്ക് മനസ്സിലായിക്ക ആ കുട്ടിന്റെ വീഡിയോ ആണ് ഓക്കെ പരിപാടിയോ ഒരു പുതിയ കമ്മിറ്റിക്കാരാടാ പഴയ കമ്പിയാണ് പരിപാടി ഞാനല്ല നമ്മളെ കൂട്ടത്തില് മന്തി 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 നടക്കുന്ന ഒരുത്തനാണ് മന്തി എന്തുണ്ടെങ്കിലും മന്തി അതിവിടെ കാണണ്ടേ മന്തി കിടക്കണേ നമ്മളെന്തിനാ ജീവിക്കണേ തിന്നാന് 500 ഉണ്ടാക്കി 500 ഫുഡ് കഴിക്കുക അതാണ് പോളിസി അല്ലാത്ത കുറെ എടുത്ത് നാളെ മരിച്ചോ എന്ത് കാര്യം അൽഫാമൊന്നും മരിച്ചെങ്കിൽ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ആ സ്കൗട്ടിന്റെ നാളത്തെ സ്കൗട്ടിനുള്ള പരിപാടി ഞങ്ങളുടെ മാനേജർ 2.5 മാസം അൻഷീറ്റ് സ്കൗട്ട് കാണിച്ചു 2 മാസം നമ്മൾ ചെക്കന് 2 മാസം കൊണ്ട് പഠിപ്പിച്ചു 2 മാസം ചെക്കൻ പഠിപ്പിച്ച സ്കൗട്ടിനെ പഠിപ്പിച്ച അടുത്തതായി സെബിലിന്റെ സ്കൗട്ട് പരിപാടി അത്രകാരം കളിച്ചില്ലേ ഇതിപ്പോ അതല്ലേ ഇതിപ്പോ വീഡിയോ ഉള്ളതുകൊണ്ട് തോന്നുന്നു പറയാനും വെച്ചാ അത് നമുക്ക് മെൻഷൻ ചെയ്യാം അത് ചെയ്യാം വീഡിയോ ഇടാം ഓനെ കുട്ടികളെ കളിച്ച വീഡിയോ ഉണ്ട് എന്റെ ഇല്ലേ പിന്നെ വർക്കിന്റെ പേഴ്സണൽ നമ്പർ താഴെ കൊടുക്കാൻ വിളിച്ചാൽ മതി സ്കൗട്ടിന് 2 മാസം ട്രെയിനിങ്ങിൽ 2.5 മാസം അതെ കുട്ടികളെ ട്രെയിൻ ചെയ്താണ് ചെറിയ പൈസ നമ്മൾ കുറച്ച് കൂട്ടി പറയണം അത് വേണം പറയുമ്പോ കുറച്ച് തൈരും അച്ചാറൊക്കെ വേണ്ടേ സൊഫാൻ എന്തോ ടെൻഷനിലാണ് എന്താണ് സൊഫാൻ പെണ്ണൊക്കെ കെട്ടിയില്ല ഇനി ടെൻഷൻ ഉണ്ടാവും എന്താ പറയണേ അടുത്ത മാസം 2 ലക്ഷം ഉണ്ടാക്കി പിന്നെ ഒരു കാര്യം സൊഫാന് പെണ്ണിട്ടില്ല എല്ലാവരും നല്ല പരാതിയാണ് അല്ലേ ഇനി ഓന് പെണ്ണ് വേണ്ടോ ഓന് പെണ്ണിട്ടീന് ഓന് പെണ്ണിട്ട് ഇനി ഓന് പെണ്ണ് വേണ്ട പരാതി തന്നെ ആ നല്ലൊരു പ്രശ്നേ അടുത്ത് നോക്കണ ആഷിഖാണ് അപ്പൊ ആഷിഖിന് നല്ലൊരു കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ അറിയിക്കണം മന്തിക്ക് വൈബില്ല ഫുഡ് കഴിക്കാൻ വൈബില്ല ഒരാളുടെയും മതി അല്ലെങ്കിൽ വേണ്ട ഫുഡ് കഴിക്കാന് രാത്രി ആകുമ്പോ ഫുഡ് കഴിക്കാൻ പോവാ മന്തി ഇപ്പൊ ഒരു 500 കിട്ടിയ എങ്ങനെ ഫുഡ് കഴിച്ച് ചെലവാക്കാൻ ചിന്തിക്കുന്ന ഒരാൾ മതി അങ്ങനെ ഉണ്ടെങ്കിൽ മതി വേണ്ട വേണ്ട ഓനാ
സ്വന്തം എളാപ്പാനെ പുകയറ്റി പറഞ്ഞാണ്. ഇവിടെ സത്യം പറഞ്ഞ ഈ അയൽവാസികളൊക്കെ കടന്നു തുടങ്ങിയത്. പക്ഷെ നമ്മളോട് ഒരു ബഹുമാനം കൊണ്ട് ഒന്നും പറയാത്തെ. വൈൻഡപ്പ് അപ്പോ 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 ബാക്കി വീഡിയോസ് ഒക്കെ ഇനി നാളെ രാവിലെ നേരം വെളുത്തിട്ട് അപ്പൊ കാട്ടിത്തരാം, അപ്പൊ റെഡിയാക്കി തരാം. ചെലിക്കോ ചെലിക്കോ അതിനായക ജയ. അത് ശരിയാട്ടോ, അത് ചെയ്യാൻ പാടില്ല. അല്ലല്ല ഇതെന്താ അല്ല വൈൻഡപ്പ് അല്ല കേട്ടോ, നാളെ രാവിലത്തെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ഒരു NS വാളണ്ടിയർ എന്ന നിലയില് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അല്ല ഉപേക്ഷിക്കാൻ പാടില്ല. വീട്ടിൽ കൊണ്ട് സംസ്കരിക്കാം. പേരെ കൊണ്ടേ പറഞ്ഞില്ലേ. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം.